ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ട്രംപ് മസ്ക് പോരിൽ US ബഹിരാകാശ പദ്ധതികൾ വഴിമുട്ടുമെന്ന ആശങ്ക. 1.8 ലക്ഷം കോടി രൂപയുടെ സ്പേസ് എക്സ് കരാറുകൾ പ്രതിസന്ധിയിൽ. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ട്രംപും മസ്കും തമ്മിലുള്ള ശീതയുദ്ധം. നിലവിൽ നാസയുടെ പ്രധാന ബഹിരാകാശ ദൌത്യങ്ങളുടെയെല്ലാം പങ്കാളിയാണ് സ്പേസ് എക്സ്. ഈ കരാറുകൾക്ക് വിള്ളൽ വരുമോ എന്നാണ് ഇപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗം ഉറ്റുനോക്കുന്നതും. ഒന്നും രണ്ടുമല്ല, ഏകദേശം 1.8 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന കരാറുകളാണ് ബഹിരാകാശ രംഗത്ത് US സർക്കാരും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും തമ്മിലുള്ളത്. മസ്കിന്റെ കമ്പനികൾക്കുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും കരാറുകളും റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഈ കരാറുകളിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കരാറുകൾ റദ്ദാക്കിയാൽ നാസ ഉപയോഗിച്ചുവരുന്ന ഡ്രാഗൺ ബഹിരാകാശ പേടകം ഡീകമ്മീഷൻ ചെയ്യുമെന്ന് മസ്ക് തുറന്നടിച്ചിരുന്നു. അമേരിക്കൻ ബഹിരാകാശ പദ്ധതികളിലെ പ്രധാന പങ്കാളിയാണ് മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രക്കാരെയും കാർഗോയും നാസയ്ക്ക് വേണ്ടി എത്തിക്കുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ്. ഇതിനായി $5 ബില്യൺ കരാറാണ് നാസയും സ്പേസ് എക്സും തമ്മിലുള്ളത്. ഡ്രാഗൺ പേടകം പിൻവലിക്കപ്പെട്ടാൽ അത് ISSന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. നിലവിൽ റോക്കറ്റ് ലോഞ്ചുകളിലും സാറ്റലൈറ്റ് വിക്ഷേപണങ്ങളിലും ലോകത്തു തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ് സ്പേസ് എക്സ്. ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ബഹിരാകാശ രംഗത്തെ കരുത്തായി സ്പേസ് എക്സ് മാറിയിരുന്നു. ട്രംപ് അധികാരമേറ്റതോടെ നാസയുടെ തലപ്പത്തും പദ്ധതികളിലും ബജറ്റിലും വലിയ മാറ്റമുണ്ടായെങ്കിലും നാസയുടെ പ്രധാന വിക്ഷേപണങ്ങളുടെയെല്ലാം പങ്കാളി സ്പേസ് എക്സ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇനി കശ്മീരിന് സ്വന്തം. ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിലെ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കമാനത്തിന് 467 മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള സെക്ഷന്റെ ഭാഗമായ കത്രയ്ക്കും ബനിഹാലിനുമിടയിലെ 111 കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ചെനാബ് പാലം. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരമുണ്ട് പാലത്തിന്. 1315 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കും. ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചു. പാലത്തിന് 120 വർഷത്തെ ആയുസ്. തീവണ്ടികൾ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാം എന്നതൊക്കെയാണ് പാലത്തിന്റെ സവിശേഷതകൾ. കശ്മീർ താഴ്വരയെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഖത്രയ്ക്കും ശ്രീനഗറിനുമിടയിലുള്ള യാത്രാസമയം ഏകദേശം 3 മണിക്കൂറായി കുറയ്ക്കാൻ പാലത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1486 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. കശ്മീർ താഴ്വരയെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഖത്ര ശ്രീനഗർ വന്ദേഭാരത് ട്രെയിൻ സർവീസും 5G പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് 5G. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിജിറ്റലാവുന്നു. ആദ്യഘട്ടം തിരുവനന്തപുരത്തും എറണാകുളത്തും. സംസ്ഥാനത്ത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 9.7 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. DMR ടയർ 2 എന്ന ടെക്നോളജിയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് നടപ്പാക്കുന്നത്. 2 ജില്ലകളിലും ഈ മാസം പുതിയ സംവിധാനം കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ക്രമസമാധാന പാലനത്തിനും ഗതാഗത സംവിധാനത്തിനും ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കും. കൊച്ചിയിൽ ക്രമസമാധാന വിഭാഗത്തിന് മാത്രമേ ഡിജിറ്റൽ സംവിധാനം ഉണ്ടാകൂ. രണ്ടാം ഘട്ടത്തിൽ കോഴിക്കോടും കണ്ണൂരും ഇത് നടപ്പാക്കാനായി 5 കോടി രൂപ നൽകാനാണ് തീരുമാനം.
ക്രമസമാധാന പാലനത്തിനിടയിലോ മറ്റു അടിയന്തര ഘട്ടങ്ങളിലോ സന്ദേശം കൈമാറണമെങ്കിൽ പ്രശ്നബാധിത സ്ഥലത്തെ ഫോട്ടോ സഹിതം കൺട്രോൾ റൂമിലേക്ക് കൈമാറാൻ പോലും DMR ടയർ 2 എന്ന സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. അനലോഗ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് മാറാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. സന്ദേശങ്ങൾ സുരക്ഷിതമായി കൈമാറാനും മറ്റു സന്ദേശങ്ങൾ കടന്നുവരാതിരിക്കാനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വേണം. ഒന്നിൽ കൂടുതൽ സന്ദേശങ്ങൾ ഒരേ സമയം അയക്കാൻ കഴിയും. മറ്റു സന്ദേശങ്ങൾ കടന്നുവന്നാൽ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് അത് ഓഫ് ചെയ്യാനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ സാധ്യമാണ്. അതായത് മൊബൈൽ ഫോണിലെ പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് കൂടുതൽ ടവർ ആവശ്യമുണ്ട്. ഒരേ നെറ്റ്വർക്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ ഒരേ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ പല യൂസർ ഗ്രൂപ്പുകളും ഉണ്ടാക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹീറോയുടെ വിഡ സെഡ് ഇലക്ട്രിക് സ്കൂട്ടർ ജൂലൈ 1 വിപണിയിലെത്തുന്നു. വിപണിയിലെത്തുന്നത് കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ സ്കൂട്ടർ. ഹീറോ മോട്ടോകോർപ്പിന്റെ ഏറ്റവും വിലക്കുറവുള്ള ഇലക്ട്രിക് 2 വീലർ വിഡ സെഡ് ജൂലൈ 1 വിപണിയിലെത്തും. തങ്ങളുടെ എതിരാളികളായ TVS മോട്ടോഴ്സും ബജാജ് ഓട്ടോയും അടുത്തിടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുന്നേറ്റം നടത്തിയതിനു പിന്നാലെയാണ് ഹീറോയുടെ പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹീറോയ്ക്ക് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ രംഗത്ത് 5ാം സ്ഥാനം മാത്രമാണുള്ളത്. പുതിയ ലോഞ്ചിങ്ങിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുന്നേറ്റം നടത്താനാണ് ഹീറോ ലക്ഷ്യമിടുന്നത്. വിഡ സെഡിന്റെ പുതിയ മോഡൽ വിഡ VX2 എന്ന പേരിലാകും ഇന്ത്യൻ വിപണിയിലെത്തുക. 1 ലക്ഷത്തിൽ താഴെയാണ് വില പ്രതീക്ഷിക്കുന്നത്. വിഡ V2 റേഞ്ച് സ്കൂട്ടറിന്റെ വില 96,000 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. മറ്റ് കമ്പനികളുടെ സ്കൂട്ടറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നീക്കം ചെയ്യാവുന്ന ബാറ്ററി സംവിധാനമാണ് വിഡയുടെ പ്രത്യേകത. 2025 ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വിഡ സെഡ് പ്രദർശിപ്പിച്ചിരുന്നു. 2.2 കിലോവാട്ട് പവർ മുതൽ 4.4 കിലോവാട്ട് പവർ വരെ ബാറ്ററി കപ്പാസിറ്റി സപ്പോർട്ട് ചെയ്യുന്ന മോഡുലാർ പ്ലാറ്റ്ഫോമാണ് സ്കൂട്ടറിനുള്ളത്. പെർമനന്റ് മാഗ്നറ്റ് സിൻക്രൊണൈസ് മോട്ടോറും ഇവയിലുണ്ട്. കുടുംബയാത്രികരെ ലക്ഷ്യമാക്കിയാണ് സ്കൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവയ്ക്കു പുറമെ ഡിജിറ്റൽ ഡിസ്പ്ലേയും LED ലൈറ്റുകളും വ്യത്യസ്ത റേഞ്ചിലുള്ള മൾട്ടിപ്പിൾ ബാറ്ററി സംവിധാനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ബ്രിട്ടീഷ് ഇലക്ട്രോണിക്സ് കമ്പനിയായ നത്തിങ് ഇതുവരെ പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ലോഞ്ചിനായി ഒരുങ്ങുന്നു. നത്തിങ് ഫോൺ 3 ലോഞ്ച് ജൂലൈ 1. ഫോണിന് 90,000 രൂപയിൽ കൂടുതൽ വില വരുമെന്നാണ് പ്രതീക്ഷ. ഫോണിൽ പ്രീമിയം മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. നത്തിങ്ങിന്റെ ആദ്യത്തെ യഥാർത്ഥ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്നാണ് കമ്പനി വിശേഷിപ്പിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിന് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12 GB വരെ റാമും 512 GB സ്റ്റോറേജുമാണ് ഫോൺ വരിക. 50 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 20 വാട്ട് വയർലെസ് ചാർജിങ്ങിനുമുള്ള പിന്തുണയുള്ള 5000 mAh ബാറ്ററിയാണ് ഇതിലുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. നത്തിങ് ഫോൺ 3യിൽ 50 MB ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവും സെൽഫികൾക്കായി 32 MB സെൽഫി ക്യാമറയും ഉണ്ടായിരിക്കും. വലിയ പ്രൈമറി സെൻസറും പെരിസ്കോപ്പ് സ്റ്റൈൽ ടെലിഫോട്ടോ ലെൻസും ഉൾപ്പെടുന്നതാണ് ക്യാമറ സെഗ്മെന്റ്. ഈ ഫീച്ചറുകൾ വരുന്നു എങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രഫിയിൽ മറ്റു കമ്പനികളുടെ ഫോണുകളുമായി വലിയ തോതിലുള്ള മത്സരത്തിനാണ് നത്തിങ് ഫോൺ 3 കളമൊരുക്കാൻ പോകുന്നത്. സർക്കിൾ ടു സെർച്ച്, സ്മാർട്ട് ഫോൺ ഡ്രോയർ, വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ, നത്തിങ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കസ്റ്റം ബിൽറ്റ് AI അസിസ്റ്റന്റ് തുടങ്ങിയ AI സവിശേഷതകളും ഫോൺ വാഗ്ദാനം ചെയ്യും.